ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി അടാറ് ട്രേഡിന്റെ ആയിരുന്നു. നിങ്ങൾ നോക്കിയാൽ ഇന്ന് അറിയാൻ പറ്റും. പക്ക നമ്മുടെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നമ്മുടെ റെഫറൻസ് ലെവലെല്ലാം കൂട്ടി താഴേക്ക് ഇറങ്ങി. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് കിട്ടുന്ന താഴേക്ക് തന്നു. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് തന്നു. മിഡ് ക്യാപ്പ് ഫസ്റ്റും സെക്കൻഡും തേർഡും അതിനെക്കാട്ടും താഴെ പോയി. ചുരുക്കി പറഞ്ഞാൽ അടിപൊളി അടാറ് ട്രെൻഡിങ് ഡേ ആയിരുന്നു ഇന്ന് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞാൻ മെമ്പേഴ്സുകളിലേക്ക് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു 25,500 പുട്ട് റേറ്റിങ്ങിനെ വാച്ച് ചെയ്യണം. അത് പൊട്ടിയാൽ ഒരു സീരീസ് മൂവ്മെന്റ് മാർക്കറ്റിൽ വരും പറഞ്ഞു. ഇന്ന് 25,400 പുട്ട് വെറും 11 രൂപ 150 രൂപയുടെ ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ കിഡിലൻ ട്രേഡ്, പ്രോഫിറ്റബിലിറ്റി ഉള്ള കിഡിലൻ ട്രേഡ് കിട്ടിയൊരു അടിപൊളി ദിവസമായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടി, എല്ലാവർക്കും ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റി. പ്ലാൻ ചെയ്തത് മാത്രമല്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കൂടെ പറ്റിയ ഒരു കിഡിലെ ഒരു ട്രേഡിന്റെ ആയിരുന്നു നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചത്. പൊതുവെ ഒരു ഹെവി സെല്ലിങ്ങോടുകൂടി വിൽപ്പനക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റിൽ. ഇന്നലെ നമ്മൾ ഗോൾഡ് മിനിയുടെയും നാച്ചുറൽ ഗ്യാസിന്റെയും ട്രേഡ് കൊടുത്തായിരുന്നു. ഗോൾഡ് മിനി പോയപ്പോൾ വാങ്ങിച്ച കോളൊക്കെ ഡബിളൊക്കെ ആയി. കിഡിലം പ്രോഫിറ്റ് ഗോൾഡ് മിനിക്ക് കിട്ടി. MCXന്റെ സപ്പോർട്ട് പ്ലാൻ എടുത്തവർക്ക് കിഡിലം പ്രോഫിറ്റ് കിട്ടി. ഇന്ന് എന്റെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും ട്രേഡബിൾ ടാർഗറ്റ് പ്രോഫിറ്റോട് കിട്ടിയ ഒരു ദിവസവും കൂടായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നത്. എന്റെ ഫോളോവേഴ്സ് എല്ലാവർക്കും നല്ല ട്രേഡ് കിട്ടി, നല്ല പ്രോഫിറ്റ് കിട്ടി. അവരെല്ലാം ഹാപ്പി ആയിട്ട് കൂടിയാണ് ഇന്ന് എന്റെ ആയി പോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല കിഡിലൻ ട്രെൻഡിങ് ഡേ ആയിരുന്നു നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ട്രെൻഡിന്റെ ആണ്. പക്ക ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അതുമല്ല, ഒരു ഹെവി സെല്ലിങ്, ഒരു ഓപ്പൺ ഡ്രൈവ് ആണ്. ഇന്നലത്തെ PUCയുടെ ഭാഗത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഹെവി സെല്ലിങ്ങോടുകൂടി, ഒരു ഓപ്പൺ ഡ്രൈവോടുകൂടി സെല്ലായിട്ട് താഴേക്ക് ഇറങ്ങുന്ന മാർക്കറ്റ് ആയിരുന്നു. 13,300 ഭാഗത്താണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 13,476 നമ്മുടെ PUC വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് PUC ഒന്ന് ടച്ച് താഴേക്ക് കൊണ്ടുവരാം. 13,476 ഭാഗത്തേക്ക് ഞാനൊരു PUC കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞ നാളെ നമ്മളെ മാർക്കറ്റ് തിരിച്ച് 13,330 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ PUCയുടെ ഭാഗത്തേക്ക് പോവാം. ഒരു മീൻ റിവേഴ്സൽ ട്രേഡിംഗ് 20 ഡേ PUCയുടെ ഭാഗത്ത് ഒരു ചേഞ്ച് വേണമെങ്കിൽ വരാം. ആ ഭാഗത്ത് ഒരു പുട്ട് റേറ്റിംഗ് ആണ് കുറച്ചുകൂടെ നല്ല. പുട്ട് ബൈയിങ് ആണ്, അല്ലാതെ ഫൈറ്റിംഗ് അല്ല. സോ എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ ഫ്രഷ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 13,250 താഴെ മാത്രമേ ഞാനൊരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. 13,250 13,250 താഴെ മാത്രമേ ഞാൻ ഒരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇനി ഫ്രഷ് ബൈയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ചിന്തിക്കുന്നത് 13,510 മുകളിൽ. അതാണ് 13,510 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഒരു ഫ്രഷ് ബൈ 13,510 13,510 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ. സോ 13,510 മുകളിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,550 ഭാഗത്തേക്ക് പോകും. നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് ആണ് 13,550. നമ്മുടെ സിംഗിൾ പ്രിന്റിന്റെ ഹാഫ് ബാക്കിന്റെ ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 13,590 ഭാഗത്തേക്ക്, അതായത് 13,590 സിംഗിൾ പ്രിന്റ് ആണ്. ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന ടാർഗറ്റ് 13,640 ഭാഗത്ത് 13,630 ഭാഗത്തേക്കും 13,630 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞു 510 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല, 500 ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു പുട്ട് ബൈയിങ്ങിനെ കുറിച്ച് നല്ലതാണ്. ഇനി 13,250 പൊട്ടിയാൽ മാത്രം സെല്ലിംഗ് ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഏത് ലെവലിലാണ്? നമ്മളെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. നമ്മളെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫൈൽ. ഏതാണ് നമ്മുടെ പ്രൊഫൈൽ? നമ്മൾ ഏത് ദിവസം എന്ന് വെച്ചാൽ 6th നവംബറിന്റെ ആ ഒരു 7th നവംബർ ഫ്രൈഡേയുടെ ആ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. സോ ആ ഒരു PUCയുടെ ഭാഗത്ത് സപ്പോർട്ട് പൊട്ടി ആ ഒരു വാല്യൂ ഏരിയ ലെവലിൽ പൊട്ടി നിൽക്കണം. അപ്പൊ അത് പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,210 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,210 ഭാഗത്തേക്ക് 13,210 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. 13,210 പൊട്ടുകയാണെങ്കിൽ അടുത്ത വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ 13,000 ഈ ഒരു ഇമ്പോർട്ടന്റ് 13,160 ഭാഗത്തെ 13,160 13,160 ഭാഗത്തേക്ക് വരാനും
അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,110 13,115 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 13,250 പൊട്ടുകയാണെങ്കിൽ ഈ വീണ്ടും ആ ഒരു സെല്ലിങ്ങിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഓർത്തുള്ള 13,510 മുകളിലാണെങ്കിൽ ഇന്നത്തെ ഏപ്രിലിൽ വന്ന സിംഗിൾ പ്രിൻസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ഇല്ല എങ്കിൽ തിരിച്ച് ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ പൊട്ടി താഴേക്ക് ഇറങ്ങി 13,100 വരെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഓപ്പൺ ഡ്രൈവ് ആണ് ഓപ്പണിംഗ്, ട്രെൻഡ് ഡൗൺ ഡേ ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഡ്രൈവ് അല്ല, ഓപ്പൺ ഓപ്ഷൻ ആയിട്ടാണ് വന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തത് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുന്നത്. ട്രെൻഡ് ഡൗൺ എന്ന് ഞാൻ പറയില്ല, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്ന് പറയുന്നത്. സോ നമ്മളെ പി ഒ നിൽക്കുന്ന 59,696 ഭാഗത്താണ് പി ഒ ഇതാണ് 59,696 59,696 ഭാഗത്താണ് പി ഒ നിൽക്കുന്നത്. ഞാൻ ആ പി ഒ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ബൈയിങ് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബൈ 59,800 ഇന്നത്തെ എഫ് പീരീഡിന്റെ ഹൈ ആയ 59,850 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുകയാണ്. 59,850 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 59,920 ഭാഗത്തേക്ക്, ചെറിയ ടാർഗറ്റ് ആണ്, 59,920 ഭാഗത്തേക്ക് വരെ ഫസ്റ്റ് അവിടെ ആയിരിക്കും. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ 60,020 ഭാഗത്തേക്ക് 60,020 60,020 ഭാഗത്തേക്ക് ആയാലും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ 60,124 ഭാഗത്തേക്ക് 6124 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയേണ്ട കൃത്യമായിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയേണ്ട വ്യക്തമായ ലെവല്. ഇനി ഞാൻ വേറൊരു റെഫറൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ലോവർ ലെവല് 59,270 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് 59,270 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിങ് എങ്ങോട്ട് പോവാം? ഫസ്റ്റ് വരുന്നത് 59,170 ഭാഗത്തേക്ക്. എത്രയാണ്? 59,170 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,063. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,063 59,063 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് നമ്മളെ പഴയ ഒരു റെഫറൻസ് നിങ്ങൾക്ക് ഓർമ്മ ആയിരിക്കും, 68,950 എന്ന് പറഞ്ഞ ആ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ 59,270 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അത് വേണ്ടത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല തിരിച്ച് ഈ 59,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 59,700 ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സ് വളരെയധികം പോസിബിൾ ആണ് ബാങ്ക് നിഫ്റ്റി. ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ മാത്തമാറ്റിക്സ് എല്ലാം തെറ്റിച്ചുകൊണ്ട് സിംഗിൾ പ്രിന്റ് 59,315 തൊട്ട് 59,166 വരെ ഹെവി സെല്ലിംഗ് ലാസ്റ്റ് 3/4 മണിക്കൂറിനകത്ത് ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ എല്ലാം അടുപ്പും എല്ലാം കത്തിച്ചുകൊണ്ടുള്ള ഡൗൺവേർഡ് മൂവ് ആയിരുന്നു പക്ക പറഞ്ഞ നമ്മളെ മാർക്കറ്റ് തന്നത്. അപ്പൊ നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറഞ്ഞാൽ 25,449 ഭാഗത്താണ് നിഫ്റ്റിയുടെ പി ഒ സി. ഞാൻ ആദ്യം ഒന്ന് ഇത് മാറ്റിയിടാം. 25,449 ഭാഗത്താണ് പി ഒ സി വരുന്നത്. ഇനി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇനി നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൂവ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 25,449 25,449 ഭാഗത്താണ് 25,449 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ഓർത്തുള്ള 25,333 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് മീൻ പ്രൊഡക്ഷൻ. ഇനി ബൈ എന്ന് പറഞ്ഞാൽ 25,518. ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. 25,518 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 21,550 25,550 ഭാഗത്തേക്ക് 25,550 25,550 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ 25,595 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ 25,525 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,656 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടന്റ് വാല്യൂ ഏരിയ അല്ല 25,656 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ 518 മുകളിൽ സസ്റ്റെയിൻ മാത്രമേ ഹെവി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ഇനി സെല്ലിംഗ് എന്നത് ഇന്നത്തെ ലോവർ ലെവൽ 25,170 താഴെ 25,170 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? നമ്മളിപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. പഴയ ഒരു റെഫറൻസ് എവിടെയാണ്? ഈ ഏരിയ 11 നവംബറിന്റെ ആ ഒരു റെഫറൻസിന്റെ ഭാഗത്താണ് മാർക്കറ്റ് നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊട്ടിത്തോഴ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ 310. അത് പൊട്ടി താഴേക്ക് ഇറങ്ങി ഇപ്പം പറഞ്ഞ 25,249 പൊട്ടിയാണ് ക്ലോസ് ചെയ്തത്. അപ്പം
170ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 25,110 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,110 25,110 ആണ്. അത് പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഹെവി സെല്ലിങ്ങിന് ചാൻസ് ആണ്. നമ്മൾ 25,110 പൊട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഹെവി സെല്ലിങ് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വരുന്നത് 25,055 25,055 25,055 ഭാഗത്തേക്ക് 25,055 ഭാഗത്തേക്കും അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ 25,000 ഒരു ഫിഗർ റെഫറൻസിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 25,110 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഹെവി ഒരു സെല്ലിങ്ങിന്റെ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ റെഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടുള്ളൂ. ഇത് വ്യക്തമായി നിങ്ങൾ ഓർത്തുകൊള്ളുക. മെന്ററിംഗിന്റെ ബാച്ചിലർക്ക് എല്ലാം പ്രോഫിറ്റ് കിട്ടി, M6 സപ്പോർട്ട് പാനലുകൾക്ക് എല്ലാം പ്രോഫിറ്റ് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയ ദിവസം വരും. കഴിഞ്ഞ കുറച്ച് ദിവസം ശേഷം ഫ്രൈഡേ ലോസ് അടിച്ചു, ഇന്നലെ പ്രോഫിറ്റ് ആയിരുന്നു, ഇന്നും പ്രോഫിറ്റ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കുഴപ്പമില്ലാതെ വീക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കൃത്യം രണ്ട് M6 സൈഡിലും എല്ലാ സൈഡിലും പ്രോഫിറ്റബിലിറ്റി ട്രേഡിംഗ് കൂടുതലാണ് കൃത്യമായിട്ട് മാർക്കറ്റിങ്ങിന് പൊക്കോണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് റെഫറൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടാമത് ഈ വരാവുന്ന ശനിയാഴ്ച കൊച്ചിയിൽ വെച്ച് ടേണിംഗ് പോയിന്റ്സ് നടത്തുന്ന ഒരു ബിഗ്ഗസ്റ്റ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കോൺക്ലേവ് ഉണ്ട്. ഈ കോൺക്ലേവിൽ ഞാനും ഒരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ പ്രൊഫൈൽ കുറച്ച് സെഷൻ എടുക്കുന്നുണ്ട്. 29 സ്പീക്കേഴ്സ് ഉള്ള സെഷനാണ്. 400 ട്രേഡേഴ്സ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കിഡിലും ട്രേഡേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആയതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അപ്പം അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ തമിഴിൽ കൊടുത്തിട്ടുണ്ടാവും. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫിറ്റിന് വീഡിയോ വെച്ച് കൊടുക്കാനും മറക്കാതിരിക്കുക. ചാനൽ ലൈക്ക് ചെയ്യണം. പിന്നെ M6 സപ്പോർട്ട് പ്ലാൻ അറിയുന്നതിനെ കുറിച്ചാണെങ്കിൽ നമ്മുടെ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹാപ്പി ട്രേഡിംഗ്.